രഞ്ജിത്ത് അമ്പാടി, ഇതിൽ ഫർദർ കണ്ടെത്തലുകളുണ്ട്. ഒന്ന്, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നല്ല ഏകോപനത്തോടു കൂടി നടത്തിയ ഒരു ഓൺലൈൻ ആക്രമണം, ക്യാമ്പയിൻ, ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ, ഫേക്ക് പോസ്റ്റുകൾ, ഫോട്ടോകളും വീഡിയോകളും എടുത്ത് എഡിറ്റ് ചെയ്ത് മറ്റൊരു നറേറ്റീവ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്. ഏറ്റവും പ്രധാനം, ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് സജീവമായിരുന്ന ആ ടൂൾ കിറ്റിന്റെ പ്രയോഗം വീണ്ടും കണ്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. അമ്പാടി, തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നു, പഞ്ചാബ് പോലീസ് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ഹമീം മൊണ്ടൽ എന്ന് പറയുന്ന ഒരാളെ പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഇയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു തീവ്രവാദിയാണ്. ഇയാൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇയാൾക്ക് കിട്ടിയ നിർദ്ദേശം പോലീസ് യൂണിഫോം ധരിച്ചുകൊണ്ട് ജന്തർ മന്ദറിലെ CJPയുടെ സമരത്തിനിടയിലേക്ക് ചെല്ലുക, പോലീസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കലെ ആക്രമണം നടത്തുക. ഇതായിരുന്നു ഈ ഹമീം മൊണ്ടൽ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ കൃത്യമായ പരിശീലനം കിട്ടിയ തീവ്രവാദിക്ക് ലഭിച്ചത്. ഇയാളെ പിടികൂടിയത് വെസ്റ്റ് ബംഗാളിലെ പോലീസാണ്. അപ്പോൾ അതോടുകൂടി ഇയാളുടെ പ്ലാൻ പൊളിഞ്ഞു. ഇയാൾ നീട്ടിയ കുറേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ പിടിച്ചു. 486 സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന്. അപ്പോൾ നമ്മളീ കാണുന്ന മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെ വരുന്ന പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പാകിസ്ഥാനിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കാം ഞാൻ പറയുന്നത്. അവിടെ മലയാളികളുണ്ടല്ലോ, ഈ തീവ്രവാദികളും മലയാളികളും തമിഴന്മാരും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു കാര്യം കൂടെ ഞാൻ പറയാമല്ലോ. നമ്മൾ ഈ സമരം മുന്നോട്ട് പോയപ്പോൾ കണ്ടല്ലോ, ഈ പിസ്സക്കാർ, ഈ പറയുന്ന ബർഗറുകാർ ഒക്കെ വന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ, ഞങ്ങൾക്ക് 300 ഓർഡർ കിട്ടി, സൗദി അറേബ്യയിൽ നിന്നും അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇതിൻ്റെ പൈസ പോയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ സമരത്തെ ഇപ്പോഴും നമ്മൾ തള്ളി പറയുന്നില്ല. ഒരു വിദ്യാർത്ഥി സമരവും വിദ്യാർത്ഥി പ്രക്ഷോഭവും എല്ലാ കാലത്തും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ആവശ്യം തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു സമരത്തെ തീവ്രവാദികൾ അല്ലെങ്കിൽ വിദേശ ഭീകരന്മാർ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ടൂളായിട്ട്, ആയുധമായി ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ ഒന്നുകൂടെ പറയാതെ വയ്യ, ഈ രാജ്യസ്നേഹം തുളുമ്പുന്നു എന്ന് പറയുന്ന ഈ കേരളത്തിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ആളുകൾ തന്നെ ഈ കുട്ടികളെ പിന്തുണച്ചുകൊണ്ട് ആരെയാണ് എതിർക്കുന്നത്? ലക്ഷ്യം, ഞാൻ പിന്തുണയ്ക്കുന്നത് ഈ CJP സമരത്തെയാണ്. പക്ഷേ അവിടെ വന്നിട്ട് മോദി രാജിവെക്കുക, എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുക, അവിടെ പറഞ്ഞതുപോലെ മോദി സർക്കാരിനെ താഴെ ഇറക്കുക. അപ്പോൾ CJP ആണ്, CJP പിന്തുണയ്ക്കുന്നു, വിദ്യാഭ്യാസ പരിഷ്കരണം വരണം, നമ്മുടെ മത്സര പരീക്ഷകളിൽ പുതിയ സംവിധാനങ്ങൾ വരണം, ഇതൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റ് വശം എന്ന് പറയുന്നത് മോദി മുർദാബാദ്, മോദിയെ താഴെ ഇറക്കുക. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം മോദി വിരുദ്ധതയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, ആയിഷ സുൽത്താന എന്ന് പറയുന്ന ഒരു മഹതി പറയുന്നത്, മോദി ഭരിക്കുന്ന ഇന്ത്യയിലെ പൗരനായിരിക്കുന്നതിനേക്കാൾ ഭേദം രാജ്യം വിട്ടു പോകുന്നതിന് എന്തുകൊണ്ട് പോയില്ല? മറ്റൊരു അടുപ്പുകൂട്ടി ചർച്ചയിൽ ഒരു വിദഗ്ധൻ, നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ഒരാളാണ് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നതിൽ ഞാൻ അത്രയൊന്നും സന്തോഷം കാണുന്നില്ല, എനിക്ക് ആത്മസംതൃപ്തിയുമില്ല. അത്രത്തോളം സംതൃപ്തി കിട്ടാത്ത ഇവൻ ഏതെങ്കിലും അറബ് രാജ്യത്ത് പോയെങ്കിൽ ആ റേഷനെങ്കിലും ഒരാൾക്ക് കൂടുതൽ കിട്ടിയാണ്, ഇവിടെ ആ റേഷനും കൂടെ ഒരാൾക്കൂടെ കൂടുതൽ കിട്ടിയേനെ. അപ്പോൾ ഇവനൊക്കെ ഇവിടുത്തെ ആഹാരവും തിന്ന്, ഇവിടുത്തെ ചോറും തിന്ന്, ഇവിടുത്തെ ഉപ്പും തിന്നിട്ട് ഈ രാജ്യത്തിൻ്റെ സംവിധാനത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, പാകിസ്ഥാനിൽ നിന്ന് ആക്രമിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ജെയ്ഷെ ഭീകരനേക്കാൾ അല്ലെങ്കിൽ ഭീകരന്മാരെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ഇവന്മാരെയാണ്. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട്, നമ്മുടെ അടുത്തിരുന്നു കൊണ്ട്, നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഐക്യത്തിന് നേരെ വാളോങ്ങാൻ ശ്രമിക്കുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങളെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത്. ഇവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന CJP സമരത്തിൻ്റെ ഉദ്ദേശത്തിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ ഉദ്ദേശത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളുടെ ഉദ്ദേശങ്ങളെയാണ് നമ്മൾ സംശയത്തോടെ കാണേണ്ടത്. ശരി രഞ്ജിത്ത് അമ്പാടി, നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു വീഡിയോ, ഒരു കാർഡും പറയട്ടെ. കണ്ടല്ല, ജനൻ TVയുടെ റൈറ്റ് സൈഡ് ചർച്ചയിലിരുന്ന് രഞ്ജിത്ത് അമ്പാടി പറഞ്ഞു, ഈ മറ്റേ ചർച്ച നടത്തിയവനോട് നാട് വിട്ടു പോകണം, ഇന്ത്യ വിട്ടു പോകണം എന്നാണ്. അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സിന് സുഖമില്ലാതെ ഒരു തൃപ്തിയുമില്ലാതെ ഇവിടെ കഴിയണ്ട. ആ
വേദനിച്ച് കഴിയേണ്ട കാര്യമില്ല. ആ ക്ഷേമ പദ്ധതികളുടെയും ആ ബെനിഫിറ്റും ആ റേഷൻ അരിയും ഒക്കെ ഏതെങ്കിലും അർഹതപ്പെട്ട ഈ രാജ്യത്ത് താമസിക്കാൻ സന്തോഷമുള്ള ഒരാൾക്ക് ലഭിക്കട്ടെ.